സത്യമായിട്ടും ഭയങ്കര ഒരു നിഗൂഢത തോന്നുന്ന ഒരു വഴിയാട്ടോ. ഈ ഇരുട്ടും ഈ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ തന്നെ അത് ഇവിടെ ആളുകൾ നടന്നതിൻ്റെ ഒരു അടയാളം പോലും ഇല്ല കേട്ടോ. എന്നെ വഴി ഇത് ഭയങ്കര വിജനമായിട്ടുള്ള വഴി കൂടെ ആട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇത്ര സമയമായിട്ട് ഒറ്റ മനുഷ്യനെ പോലും കണ്ടില്ല. നമ്മൾ ഇറങ്ങി വന്ന ഒരു കുറച്ച് ഏരിയ മനസ്സിനെ വല്ലാണ്ട് അങ്ങ് ഡൗൺ ആക്കി കളഞ്ഞു കേട്ടോ. മൊത്തം ഇരുണ്ട് മൂടി ഒരു രാത്രിയായ രീതി. ആരെയും വഴിയിലും ആരുമില്ല. അവിടുന്ന് ആരോ എന്നെ നിരീക്ഷിക്കുന്നുണ്ടേ. ഞാൻ ഒരാളിങ്ങനെ മാറണ പോലെ കണ്ടു. അപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ വന്ന് നടന്നു പോയ ഒരു സെയിം വഴിയിലൂടെ നമ്മൾ വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുത്തേട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നമ്മൾ വലകെട്ടിക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു മഴക്കോളൊക്കെ ഉണ്ട്. അന്തരീക്ഷമൊക്കെ മൊത്തം മൂടിക്കെട്ടി നിൽക്കുക കേട്ടോ. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് മഴ പെയ്താൽ നമുക്കത്ര ശുഭ സൂചനയല്ല കേട്ടോ. മഴ പെയ്യാതിരിക്കട്ടെ. നല്ല നാടൻ മാങ്ങാപ്പഴം ഇഷ്ടം പോലെ ഇതിലെ പഴുത്തിയാടി കിടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം പൊട്ടിയും ചതഞ്ഞൊക്കെ പോയതാട്ടോ. 2 കിലോമീറ്റർ ഉണ്ട് പുത്തേട് സിറ്റിയിൽ നിന്ന് വലകെട്ടി വരെ എത്താനായിട്ട്. അതും ഇങ്ങനത്തെ ഈ ഓഫ് റോഡ് വഴി നടന്നു പോകണം. വണ്ടിയൊക്കെ കൊണ്ട് കുറച്ച് താഴെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടിട്ട് ചീവീടാന്ന് തോന്നുന്നു. ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട്. കണ്ടിങ്ങനെ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നേ. ഇവിടെ ചത്ത് കിടക്കുമായിരുന്നു വഴിയിൽ. അപ്പോൾ ഈ മച്ചാന്മാരാണ് നമ്മൾ ഈ കാട്ടിലേക്ക് കയറുമ്പോഴത്തേനും ശബ്ദം കേൾപ്പിക്കില്ല നല്ല ലൗഡായിട്ട്. അത് ഇമാരുടെ പണിയാട്ടോ. ഞാൻ കേൾപ്പിച്ച് തരാമേ നിങ്ങൾക്ക്. അങ്ങനെ നടന്ന് വലകെട്ടിയിലെത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇല്ലിക്കല്ലിലേക്ക് പുതിയൊരു വഴി തേടി ഒരു യാത്ര പോയായിരുന്നു. പക്ഷേ ആ ഒരു യാത്ര അവസാനം നമുക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. വഴി തെറ്റി പോയായിരുന്നല്ലോ. അതുകൊണ്ടൊരു വാശിക്ക് ഇറങ്ങി തിരിച്ചതാണ്. ഇന്ന് വഴി തെറ്റാതെ ഇല്ലിക്കല്ലിലെത്തണം. ഇല്ലിക്കല്ലെത്തുന്നതിന് പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പഴുക്കാക്കാനം എന്ന പേരുള്ള ഒരു ഗ്രാമമാട്ടോ. ഒരു താഴ്വാര ഗ്രാമമാണ് ഇല്ലിക്കല്ലിന്റെ താഴെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇല്ലിക്കല്ലിലേക്ക്. നമുക്ക് ആ ഒരു ഗ്രാമത്തിൽ എങ്ങനെയും എത്തിപ്പെടാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ. അപ്പോൾ ഈ പുത്തേട് എന്ന് പറയുന്ന ഗ്രാമം നമ്മുടെ മൂലമറ്റത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് പുള്ളിക്കാനം പോകുന്ന വഴിയാട്ടോ. തൊടുപുഴ കാഞ്ഞാറ് പുള്ളിക്കാനം പോകുന്ന വഴിയാണ് പുത്തേട് സിറ്റി ഉള്ളത്. പുത്തേട് സിറ്റിയിൽ നിന്നാണ് നമ്മളിപ്പം കയറി വലകെട്ടിയിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. ഈ വലകെട്ടിയിൽ എങ്ങനെയാണ് എത്തിയെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയിലും 2 വഴിയാണ്. ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്ത ഒരു വഴിയല്ല, രണ്ടാമത്തെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് കേട്ടോ. ആ വീഡിയോയുടെ 2 വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇല്ലിക്കല്ലിലേക്ക് കയറി വന്നത് പുത്തേടുന്ന ഇതുവഴിയാട്ടോ. നമ്മളിപ്പോൾ വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ്. എന്നിട്ട് ഈ വഴി പോകുന്നതിന് പകരം ഇതുവഴിയായിരുന്നു പോയത്. അങ്ങനെയാണ് നമുക്ക് വഴി തെറ്റി കേട്ടോ. അപ്പോൾ ഇതിലെ പോയാൽ ഈ പറഞ്ഞ പഴുക്കാക്കാനത്തേക്ക് അധികം ദൂരമില്ല എന്നാണ് താഴേന്ന് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷെ അവർ പറഞ്ഞ് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ എങ്ങനെയാണ് വഴി പറഞ്ഞു തന്നത്. അവരിങ്ങനെ ഇതിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 4 പാടും വഴി കിടക്കുമല്ലേ. അപ്പോൾ ഞാനൊരു ഉദ്ദേശം വെച്ചാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എന്തായാലും എത്തണം. അപ്പോൾ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏക വീടാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടുണ്ട് അതിൻ്റെ അകത്ത്. വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പുത്തേട് നിന്ന് കയറി കഴിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ വീടുകളോ മനുഷ്യരെ ആരെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഞാൻ അന്ന് വന്നപ്പോഴും ആരെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഇത് ആൾത്താമസം ഇല്ലാത്ത വീട് തന്നെ കേട്ടോ. അത് നോക്കി ഈ വിജനമായ സ്ഥലത്ത് അങ്ങനെ ഏകാന്തമായിട്ട് നിൽക്കുന്നൊരു വീട് കണ്ടോ. പക്ഷേ ഈ അടുത്ത കാലത്ത് വരെ ഇവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടേ. പാത്രങ്ങളും അവിടെ ചെറിയൊരു വിറക് വരെയൊക്കെ ഉണ്ട്. വിറകൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. പൂച്ചവാലൻ ചെടിയല്ലേ. അല്ലാതെ നമുക്കിവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അതേ പുറത്തൊരു അടുപ്പുണ്ട്. ഈ ഇടയ്ക്കെങ്ങാണ്ട് പാചകം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണാവോ. ഇതുണ്ടോ പാഷൻ ഫ്രൂട്ട് പന്തലിട്ട് വെച്ചേക്കുന്നത് കണ്ടോ. എന്തായാലും ഇവിടെ താമസമുള്ളതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയാണ് കൺഫ്യൂഷൻ. നമ്മൾ ചൂട്ടുപാളക്കല്ല്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ചൂട്ടുപാളക്കല്ല് പോകാനായിരുന്നല്ലോ. അത് നേരെയാണ് പോയത്. ഇനി നമുക്ക് പോകേണ്ട പഴുക്കാക്കാനം. ഇവിടുന്ന് 2 വഴിയുണ്ട്. ഇതിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ ഒരു വഴി കിടക്കുന്നുണ്ട്. നമുക്ക് അതോടെ നോക്കാം. അപ്പോൾ ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട് താഴേക്ക്. ഇതാണോ എന്ന് നോക്കാം. ഇതാവാൻ വഴിയില്ല മിക്കവാറും. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിലാണല്ലോ ഇറങ്ങിപ്പോയത്. ആ ഒരു ഡയറക്ഷനോട് അങ്ങോട്ട് ചെല്ലുന്ന വഴി കേട്ടോ. ജസ്റ്റ് താഴെ വരെ ഒന്ന് പോയി ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ തെറ്റായ വഴിയിലേക്ക് കയറി ഈ പ്രാവശ്യം എന്തായാലും അബദ്ധം ഉണ്ടാക്കി വെക്കണ്ടല്ലോ. ഇതൊരു നടപ്പ് വഴി മാത്രമാണ്. നടപ്പ് വഴിയാവാൻ ഒരു സാധ്യതയില്ല നമുക്ക് പോകേണ്ടത്. ഈ വഴിയല്ല. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരു സെയിം
സ്ഥലത്തേക്ക്, ആ ഒരു താഴ്വാരത്തേക്കാണ് എത്തുന്നത് കേട്ടോ. അങ്ങ് താഴെ കാണുന്ന ഒരു ചെറിയ ടൗൺ ഉണ്ട്, അത് മേച്ചാലാണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പിടികിട്ടും. അപ്പോൾ എന്തായാലും ആ വീടിൻ്റെ അതിൽ നേരെ കിടക്കുന്ന ഒരു വഴി തന്നെയാണ്, ഉറപ്പാണ്. അപ്പോൾ ആദ്യം നമ്മളിതിലെ ചൂട്ടുപാളക്കല്ല് പോകാനാണല്ലോ വന്നത്. അന്ന് ഇവിടെ ചുറ്റീന്തിൻ്റെ ഓല വെട്ടാനായിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നേ. ആ ചേട്ടൻ നമ്മൾ മീറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഒരു ചേട്ടൻ താമസിക്കുന്ന വീടായിരിക്കും ഇതെന്ന് കേട്ടോ. പക്ഷെ അല്ല, ആ ചേട്ടൻ്റെ വീട് അങ്ങ് താഴെയല്ലേ. നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ ചേട്ടനെ വീണ്ടും കണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് ആരുടെ ആയിരിക്കും അല്ലേ. അപ്പോൾ വലകെട്ടിയിൽ എത്തിയതോടുകൂടി നമ്മുടെ പുറംലോകമായിട്ടുള്ള ബന്ധം അവസാനിച്ചു. ഇവിടെ നമുക്ക് മനുഷ്യരെ ആരെയും കാണാൻ സാധിക്കില്ല, പിന്നെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇല്ലിക്കക്കല്ലിൽ നിന്ന് പുത്തേടിലേക്ക് പണിയണമെന്നുള്ള ഉദ്ദേശത്തോടെ പണിത് തുടങ്ങിയ വഴിയാണ്. പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുവാണേ. ഈ വഴി കണ്ടോ, മഴ പെയ്ത് വെള്ളം കുത്തി ഒലിച്ചു പോയി വലിയ പൊത്തുകളായിട്ട് മാറിയേക്കുവാണേ. അതുപോലെ ഈ പാറയും മിറ്റിലും കല്ലും എല്ലാം വെള്ളം ഒഴുക്കി കൊണ്ടുപോകട്ടെ. ഇതൊക്കെ ഈ വഴി പണിയാനായിട്ട് കൊണ്ടുവച്ചേക്കുന്ന മിറ്റിലൊക്കെയാണ്. പക്ഷേ അതൊക്കെ വെള്ളം ഒഴുക്കിക്കൊണ്ട് താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങ് ആ ഒരു താഴ്വാരത്തോടെ നടന്ന് ഇങ്ങനെയായിരുന്നു കയറി വന്നത്. എന്നിട്ട് കണ്ടോ ആ ഒരു ഭാഗത്തേക്ക് ഇറന്ന് പോയത് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു മലയുടെ അവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. ഇത് കണ്ടോ, അത് മേളിലേക്ക് ഇങ്ങനെ വീണ്ടും കിടക്കുവാണേ. ഈ സൈഡിൽ നിന്നൊക്കെ പാറകളൊക്കെ പൊട്ടിച്ചെടുത്തേക്കുന്ന കാണാം ഈ വഴി പണിയാനായിട്ട്. ഈ മലയിൽ ഇഷ്ടം പോലെ ഉറവുകളുണ്ട് നമുക്ക് വെള്ളമൊക്കെ എടുക്കാനായിട്ട്. എന്തായാലും ഒരു കുപ്പി നിറയെ വെള്ളം സ്റ്റോക്കുണ്ട്. ആ തീരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഉറവുകളിൽ നിന്ന് വെള്ളം എടുക്കാം. ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് ആട്ടോ ഇന്നത്തെ. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല, പിന്നെ വഴി നിശ്ചയമില്ല. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ മിനറൽ വാട്ടർ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേ. ആ കുപ്പി തീർന്ന് ഈ ഉറവയിൽ നിന്ന് വെള്ളം എടുത്തു. രണ്ട് വെള്ളം തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഉറവെള്ളത്തിന് എന്നാ ടേസ്റ്റാണെന്നറിയോ? ആ ഒരു നാച്ചുറൽ ടേസ്റ്റ്, അല്ല തണുപ്പും. നമ്മൾ ആ ഒരു കുപ്പിവെള്ളമൊക്കെ മാറി നിൽക്കും. ഈ ഉറവെള്ളമൊക്കെ ധൈര്യമായിട്ട് കുടിക്കാം കേട്ടോ. ഈ കാട്ടിലൊക്കെ ഒഴുകി വരുന്നേ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും. അപ്പോൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി പഴുക്കാക്കാനം എവിടെയായിരിക്കും? അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ആദ്യം ചൂട്ടുപാളക്കല്ലിലേക്ക് പോയത് കേട്ടോ. അതിലെ പോയാൽ എന്തായാലും ഇല്ലിക്കക്കല്ലിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒരു വഴിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലൊരു വഴി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാവാനാണ് സാധ്യത. ഇത് കണ്ടോ, അത്യാവശ്യം ഒരു വീതിയൊക്കെ ഉണ്ട്, നടപ്പ് വഴി പോലെയൊന്നുമല്ല. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ ആ പൊങ്ങി നിൽക്കുന്നത്, അത് ഇല്ലിക്കൽ കല്ലാട്ടോ. അവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എത്ര കിലോമീറ്റർ നമ്മൾ കയറി പോകുന്നറിയോ. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റൊക്കെയാണ്. നമ്മളെടുക്കുന്ന വിഷ്വൽസൊക്കെ അത്ര ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ. ലൈറ്റ് നമുക്ക് അനുകൂലം അല്ലാത്തതുകൊണ്ട് തന്നെ കോട കയറി കിടക്കുന്നതുണ്ടോ. അവിടെയാണ് നമ്മുടെ ഇലവീഴ പുഞ്ചിറ വരുന്നത്. അപ്പോൾ ആ വഴി തന്നെയാണ് കേട്ടോ. അത് താഴേക്ക് ഇങ്ങനെ കാണാം. കണ്ടോ, ഇത് ഈ വഴി മൊത്തം പുല്ല് മൂടി കിടക്കണതുകൊണ്ടേ അത്ര വ്യക്തമല്ല. എന്നാലും അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വഴിയാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വഴിയുടെ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലിക്കല്ലിൽ നിന്ന് പുള്ളിക്കാന റൂട്ടിലേക്ക് കയറാം. അതുപോലെ തന്നെ തിരിച്ച് പുള്ളിക്കാനത്ത് നിന്ന് ഇല്ലിക്കല്ലിലേക്കും എത്താൻ പറ്റും. ഏകദേശം ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുള്ളൂ. അപ്പോൾ എന്തായാലും തൊടുപുഴയിൽ നിന്നൊക്കെ ഇല്ലിക്കല്ലിലേക്ക് പോകുമ്പോഴത്തേനും ഈ ഒരു വഴി ഏറെ സഹായകരമാകും കേട്ടോ. ദൂരം കുറച്ച് പോയാൽ മതിയല്ലോ. പക്ഷെ ഇതെന്ന് തീരുന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല കേട്ടോ. ഒത്തിരി വർഷമായിട്ടുണ്ട് ഇതിങ്ങനെ. 5 വർഷത്തിന് മേളിലായി. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴ്വാരത്ത് പുത്തേടന്ന് നമ്മളിങ്ങ് വരുമ്പോഴത്തേനും ഈ ഒരു വഴിയുടെ സൈഡിലായിട്ട് അവിടെ ഒരു ഗ്രാമമുണ്ട്. അവിടെയൊക്കെ കുറേ വീടുകൾ, ആളുകളൊക്കെ താമസിക്കുന്നതാണ്. ഭയങ്കര ഒരു ദുരിതം പിടിച്ചൊരു ജീവിതമായിട്ട് വരാം. കാരണം വഴി സൗകര്യമൊന്നുമില്ല, വണ്ടിയൊന്നും കയറി വരില്ല. അപ്പം അങ്ങനെയാണ് ഈ വഴി പണിയാനായിട്ട് പണിത് കുറേയൊക്കെ ആയതാട്ടോ. അതിൻ്റെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു അവിടെ ഈ മിറ്റിലൊക്കെ സിമെൻ്റൊക്കെ മിക്സ് ചെയ്യണ മെഷീനും റോഡൊക്കെ ഒതുക്കാനായിട്ടുള്ള വാഹനങ്ങളൊക്കെ അവിടെ വഴിയിൽ നിർത്തിയിട്ടിട്ട് അതൊക്കെ മൊത്തം തുരുമ്പെടുത്ത് നശിച്ച് കിടക്കുന്ന ഒരു കാഴ്ച. പിന്നെ അവിടെ ഒരു കോറിയുടെയൊക്കെ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ഒരു ക്രഷറൊക്കെ. അപ്പോൾ എന്തായാലും ഇത് പണിതിട്ട് ചിലപ്പോൾ ഫണ്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മീറ്റർ വീതിയുള്ള വഴിയാണ്. ഈ പുല്ലിങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് തോന്നാത്തത്. ഭയങ്കര വിജനമായിട്ടുള്ള വഴി കൂടെ ആട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇത്ര സമയമായിട്ട് ഒറ്റ മനുഷ്യനെ പോലും കണ്ടില്ല. അതുമല്ല അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടി ഒരുമാതിരി ഫീലാട്ടോ തോന്നുന്നത്. പേടി തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
വേറെ ഒന്നുമല്ല, മഴ പെയ്താൽ ആകെ സീനാവും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കയറി വരാൻ സാധിക്കില്ല കേട്ടോ. ആ ഒരു ആശങ്ക എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ടേ. എൻ്റെ അമ്മോ, മുന്നോട്ട് പോകും തോറും ആ ഒരു ഭയം ഇങ്ങനെ മനസ്സിൽ കൂടിക്കൂടി വരുവാണേ. ഇപ്പോൾ നോക്കെ വലിയൊരു കാടിൻ്റെ അടുത്തേക്ക് നമ്മൾ കയറിയ പോലെ കേട്ടോ. മൊത്തം ഇരുണ്ട് മൂടി. ഈ പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇത് എന്ത് മരമാണിത്? അതുകൊണ്ട് ഒരേപോലെയുള്ള മരങ്ങളാണേ. അപ്പോൾ നമ്മൾ ഇത് താഴെ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ അവിടെയൊക്കെ വീടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ മല ഇറങ്ങി ഇതിങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തിക്കുന്നത്. അതെ, അവിടെ ഒരു വീടുണ്ട് കേട്ടോ താഴെയൊക്കെ. നമുക്കിതിൽ നടന്ന് നോക്കാം. പൊന്നോ, ഇത് നോക്കി നിങ്ങൾ. ഈ ആ ഇരുട്ട് ആണേ, അതാണിങ്ങനെ മൊത്തം മരങ്ങളൊക്കെ വളർന്നു നിന്ന് പോരാത്തതിന് മൂടലും ഉണ്ട്. മഴ പെയ്തതിൻ്റെ ആ ഒരു നനവ്. ഈ കാടിൻ്റെ അകത്തെ ആ ഇരുട്ട് മൊത്തം മൂടിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരു വീട്. പിന്നെ ഒരു തുള്ളി സൂര്യപ്രകാശം പോലും ഇതിൻ്റെ അകത്തേക്ക് വരില്ല കേട്ടോ. അവിടുന്ന് ആരോ എന്നെ നിരീക്ഷിക്കുന്നുണ്ടേ. ഞാൻ ഒരാളിങ്ങനെ മാറണ പോലെ കണ്ടു. അവർ വിചാരിക്കുന്നുണ്ടോ ഇതിലൊന്നും ആരും ഇറങ്ങി വരുന്നൊരു വഴിയല്ലോ. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടപ്പോഴേ ഇതെങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുന്നതായിരിക്കും. ആ വീട്ടുകാരാണ് കേട്ടോ എന്നെ നോക്കിയത്. സത്യമായിട്ടും ഭയങ്കര ഒരു നിഗൂഢത തോന്നുന്ന ഒരു വഴി കേട്ടോ. ഈ ഇരുട്ടും ഈ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ തന്നെ അത് ഇവിടെ നിന്ന് ആളുകൾ നടന്നതിൻ്റെ ഒരു അടയാളം പോലും കേട്ടോ. എന്നെ വഴി ഇത്. നമ്മൾ ഇറങ്ങി വന്ന ഒരു കുറച്ച് ഏരിയ മനസ്സിനെ വല്ലാണ്ട് അങ്ങ് ഡൗൺ ആക്കി കളഞ്ഞു കേട്ടോ. അതായത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല. മൊത്തം ഇരുണ്ട് മൂടി ഒരു രാത്രിയായ രീതി. ആരെയും വഴിയിലും ആരുമില്ല. ഈ വഴിയൊന്നും എന്തായാലും ഈ അടുത്തിടയ്ക്കൊന്നും ഇതിൻ്റെ പണി തീരുമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ വർഷങ്ങളെടുക്കും. ഇതുകൊണ്ടോ ഇതൊക്കെ പണിത് മേളിലേക്ക് എത്തിക്കാൻ ചില്ലറ പണിയൊന്നുമില്ല. അതുപോലെ എന്തോ ഒരു ഫണ്ട് വേണമെന്നറിയോ? അത്രയും ഫണ്ടൊക്കെ മുടക്കി ഇത് പണിയോ? എന്തായാലും ഇത് പണിയട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. അവരെങ്ങനെയല്ലേ താഴത്തേക്കൊക്കെ പോകുന്നത്? ഇത് നടക്കാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇല്ലിക്കല്ല് ഇവിടുന്ന് കാണാം കേട്ടോ, ആ ഗ്യാപ്പിക്കോടെ. അതുപോലെ തന്നെ ഈ വഴി ഇവിടെ തീരുവാണോ? ഇത് നോക്കി, അത് താഴേക്ക് ഉണ്ടോ? എൻ്റെ പൊന്നോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു നടക്കാനായിട്ട്. ഇത് കണ്ടല്ലേ, ഈ മഴയും പെയ്തേ പാറയും മൊത്തം തെന്നി കണ്ട. ആ വഴി തന്നെയാണ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി അങ്ങ് പോകുന്നത് കേട്ടോ. വലിയൊരു ഈറ്റക്കാടിൻ്റെ മുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഈ റോഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹെയർപിൻ പോലെയാണ്, വളഞ്ഞ് വളഞ്ഞ് ആണ് മേളിലേക്ക് കയറി പോകുന്നത് കേട്ടോ. അതിൽ കൂടെ ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ അരുവികളിലെല്ലാം തന്നെ വെള്ളമുണ്ട് കേട്ടോ. ഒരു മരം റോഡിൻ്റെ കുറുകെ വീണ് കിടക്കുന്നുണ്ടല്ലോ. ഇതാണ് വിഷയം. നമ്മൾ കയറി വരുന്ന സമയത്ത് മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഈ മരമൊക്കെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ വീണ് കഴിഞ്ഞാലേ ഇതുണ്ടോ, ആ വഴിയുടെ കുറുകെ കിടക്കുവാണേ. നടക്കാൻ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മേളിൽ താമസിക്കുന്ന വീട്ടുകാരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കേ. ഇതിലെ വണ്ടി കയറി വരില്ല എന്ന് മാത്രമല്ല, നേരെ പാടിന് നടക്കാൻ പോലും സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഈ വഴിയും നല്ല സൗകര്യങ്ങളിലൊക്കെ താമസിക്കുന്ന നമ്മളൊക്കെ എത്ര ഭാഗ്യന്മാരല്ലേ. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണേ. 9:30 8 മണിക്ക് പുത്തേടുന്ന് നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ പിന്നിട്ട് കാണും. കൊടംപുളി ഉണ്ടോ ഇവിടെ നിറച്ചിങ്ങനെ കേട്ടോ. കൊടംപുളിയും കാപ്പി, ഏലം, അതൊക്കെയാണ്. ഈ മരം കേട്ടോ മേളിൽ കണ്ടത്. ഇതെന്ത് മരമാണെന്നറിയോ? ഇത് കണ്ടിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു വനമാണ്. നമ്മൾ അതിൽക്കൂടെയാണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത് കേട്ടോ. അതിൻ്റെ തൈയാണ് നിൽക്കുന്നത്. ഇത് വാഗയാണോ എന്താണെന്നൊരു പിടിയില്ല. താഴേക്കൂടെ വലിയൊരു തോട് ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ശക്തമായിട്ട് വെള്ളം ഒഴുകി പോകുന്ന സൗണ്ട് ഇവിടുന്ന് കേൾക്കാം കേട്ടോ. ആ താഴേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിൽ നമുക്ക് ആരെങ്കിലും ചോദിച്ചു നോക്കാം എന്തോരം പോകണമെന്നൊക്കെ. ആരുമില്ലേ ചേട്ടാ? ആരുമില്ല. പക്ഷേ ഇതുണ്ടോ, തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് അഴയിൽ. എന്നാലും നമുക്ക് നടക്കാം. ഇത്രയും വന്നില്ലേ. മൊത്തം പണി തീരാത്തൊരു വീടാട്ടോ. അതിൻ്റെ തറ കെട്ടിയിട്ട് കുറച്ചൊക്കെ അങ്ങനെ നിൽക്കണുണ്ടോ. ഈറ്റക്കാടാണേ. ആ ഈറ്റക്കാടിൻ്റെ നടുക്കോടെയാണ് തോടൊഴുകി പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ അരുവി ഒഴുകി വരുന്നതൊക്കെ പാറപ്പുറത്തോടെ അതിങ്ങനെ വന്നിട്ട് താഴേക്ക് പോവുകയാണേ. ഈ അരുവിയിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. ഓസൊക്കെ ഇട്ടതുണ്ട്. അതിലൊക്കെ തലങ്ങും വിലങ്ങും ഓസിട്ടേക്കണ കാണാം. അപ്പോൾ അരുവിയും ക്രോസ് ചെയ്ത്
നമ്മളല്ല വെട്ടവും വെളിച്ചമുള്ള സ്ഥലത്തേക്ക് കയറിയിട്ട് എപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അടിപൊളി. അങ്ങനെ കുറേ ദൂരം നമ്മൾ നടന്നിട്ട് ഇപ്പം നല്ല റോഡിലേക്കാണ് കയറിയിരിക്കുന്നത്. അത് കണ്ടോ, കോൺക്രീറ്റ് വഴിയാണ്. ഈ വഴി എവിടുന്ന് തുടങ്ങുന്നതായിരിക്കും? അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമുക്ക് പോകേണ്ട പഴുക്കാക്കാനം ഇവിടെയാണോ? പഴുക്കാനം എന്താണ് വഴിയിലൊന്നും ഒരു മനുഷ്യനെ ആരെയും കാണാത്തത്? ആരെയൊന്ന് ചോദിച്ചാൽ നോക്കാട്ടോ, എന്നിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് പോകേണ്ടത്. അവിടെയാണ് ഇല്ലിക്കക്കല്ലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴി എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ല, ഇത് നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ പണ്ട് ഇതിലെങ്ങാണ്ട് വന്ന ചെറിയൊരു ഓർമ്മയുണ്ട്. ഈ വഴിയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇല്ലിക്കക്കല്ലിൽ നിന്ന് വരുമ്പോഴാണ് കട്ടിക്കയത്തേക്ക് പോകുന്നത്. ഇത് കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണോ? ആ, ഏത് വഴിയാ? ഞാൻ ഇറങ്ങി വന്ന വഴി അല്ലേ? ആ, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. കട്ടിക്കയത്തിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ ഇല്ലിക്കക്കല്ലിലേക്ക് നേരെയല്ലേ? ഇതിലേ പോകണോ അല്ലേ? ഓക്കെ. അപ്പം എൻ്റെ ഊഹം കറക്റ്റായിരുന്നു. കട്ടിക്കയം വെള്ളച്ചാട്ടം. അപ്പോൾ ഇതാണ് പഴുക്കാക്കാനം എന്ന് പറയുന്ന ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്വാര ഗ്രാമമാണ്. അങ്ങനെ നമ്മൾ നടന്ന് പഴുക്കാക്കാനത്തേക്ക്, നമ്മുടെ ലക്ഷ്യം പഴുക്കാക്കാനത്ത് എത്തുക എന്നുള്ളതാണല്ലോ. പഴുക്കാക്കാനത്തേക്ക് എത്തിയേക്കും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഇല്ലിക്കക്കല്ലിലേക്ക്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കടകളൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന കേട്ടോ. വീടുകളൊക്കെ നമുക്ക് വന്ന വഴിയൊക്കെ ഈ താഴേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൂന്നിലവ് പഞ്ചായത്തിലാണ് നമ്മുടെ ഈ ഇല്ലിക്കല്ലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പഴുക്കാക്കാനൊക്കെ മൂന്നിലവ് പഞ്ചായത്തിൽ വരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നേ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. അവിടെ കുറേ വീടുകളൊക്കെ മാത്രമാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇവിടുന്ന് ഒരു 50 മീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഈ റോഡെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയില്ലേ, മേച്ചാലിൽ നിന്നൊക്കെ വരുന്ന വഴിയാണ് കേട്ടോ. അപ്പം അങ്ങനെ വന്ന് നേരെ ഇല്ലിക്കക്കല്ലിലേക്ക് പോകുന്ന വഴിയാണേ. ഇതൊരു ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ. ഈ ജംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളാവുന്ന വഴിയില്ലേ, അത് ഇതിലെയാണ് കണക്ട് ചെയ്യണം ഇങ്ങോട്ടേക്ക് വന്ന്. അതായത് നമ്മുടെ പുത്തേടന്ന് വന്നത് പഴുക്കാക്കാനം ഈ ജംഗ്ഷനിലേക്ക് വന്ന് കണക്ട് ചെയ്യണ റോഡായിരുന്നു. അത് പണി തീരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ നേരെ പോയാൽ നമുക്ക് പുത്തേടിലേക്ക് എത്താൻ പറ്റും. ഏതൊക്കെ കാലത്താണോ അല്ലേ. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ചെറിയൊരു ഹോട്ടൽ നമുക്ക് കാണാം. അവിടെ ഒരു ചെറിയൊരു ബേക്കറി ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടൊരു വീടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ മലയിഞ്ചിയും കാപ്പിയൊക്കെയാണ് ആ ഒരു പ്രദേശത്തൊക്കെ കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിലൊരു തോട് ഒഴുകി പോകുന്നുണ്ട്. മിക്കവാറും ഈ തോട്ടിലെ വെള്ളമായിരിക്കും ആ ഒരു കട്ടിക്കയം, ഞാൻ പറഞ്ഞില്ല, കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയൊക്കെ ജീപ്പ് കാണും. ഇവിടെ നിന്നൊക്കെ ജീപ്പ് നമുക്ക് കിട്ടും മേളിൽ ഇല്ലിക്കല്ലിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു തേക്കും കൂപ്പാട്ടോ. ഇത് ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇറങ്ങി വന്നേക്കുന്നത്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഇല്ലിക്കക്കല്ല് കാണാം, അത് അങ്ങ് ദൂരെ കാണാം. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു മലയെ കാണാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം കാണാം നമുക്ക്. ഇത് പഴുക്കാക്കാനത്തെ CPI ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് ഇവിടെ മീറ്റിങ്ങും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആളുകളൊന്നും ഈ അടുത്ത കാലത്ത് വന്നതായിട്ടൊന്നും തോന്നുന്നില്ല. ഈ നടവഴിയൊക്കെ മൊത്തം ഇങ്ങനെ പുല്ല് കയറി കിടക്കുവാണ്. അതിപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ മൊത്തം നല്ല പച്ചപ്പായേ. അതിൻ്റെ മുന്നിലായിട്ട് ഒരു കൊടിമരം കാണാം. അതിൽ 2-3 കൊടിയുണ്ടേ. അതിങ്ങനെ പാറി പറക്കുന്നില്ല. ഞാൻ പാറി പറക്കുക എന്നിങ്ങനെ പറയാൻ വന്നതാണ്. കാറ്റില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിശ്ചലമായിട്ടിരിക്കുക കേട്ടോ. വളരെ പഴയൊരു കെട്ടിടം കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു തോടൊഴുകി വരുന്നുണ്ട്. ആ മലയുടെ മേളിൽ നിന്ന് എവിടുന്നോ വരുന്ന തോടാണേ. എനിക്ക് എപ്പോൾ വന്നാലും കണ്ടാലും മടുപ്പ് തോന്നാത്തൊരു സ്ഥലം കേട്ടോ ഇല്ലിക്കല്ല്. നമുക്ക് ഇല്ലിക്കല്ലിൻ്റെ 2 സൈഡിലേക്കും വരാമല്ലോ. നമ്മളിപ്പോൾ ഫ്രണ്ട് സൈഡിൽ കൂടെയാണ് വന്നിരിക്കുന്നത്, ബാക്ക് സൈഡിൽ കൂടെ വരാവേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു ബാക്ക് സൈഡിൽ കൂടെ ഇല്ലിക്കല്ലിലേക്ക് ഒരു ദിവസം എന്തായാലും വരണം. അത് കുറേ ഹൈക്ക് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. കുറേ ആളുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും തിരിച്ച് കയറുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം അടുത്ത് വരാം, ഒത്തിരിയും വരത്തില്ല, എന്നാലും ഒരു മിഡിലായിട്ടൊക്കെ അവിടെ വരെ വരാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇല്ലിക്കക്കല്ല് വരാൻ വന്നിട്ട് നമ്മുടെ യാത്ര മേച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനിക്കുകയാണല്ലോ ഉണ്ടായത്. എന്തായാലും ഈ ആഴ്ച വിജയകരമായിട്ട് ഇതിൻ്റെ മേളിൽ എത്താൻ സാധിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും നല്ല വഴികളൊക്കെ കിടന്നിട്ട് എന്തിനാണ് ഈ ദുർഘടം പിടിച്ച വഴി പോകുന്നതെന്ന്. അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇല്ലിക്കല്ലിൽ നിന്ന് പുത്തേടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ്.
എന്തെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഈ വഴിയുടെ പണിയൊക്കെ പൂർത്തിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു സമയത്ത് ഇങ്ങനെ ആയിരുന്നു ഈ ഒരു വഴി ഉണ്ടായിരുന്നതെന്നൊക്കെ ഒരു എല്ലാവർക്കും ഒന്ന് അറിയാൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. എന്തായാലും ഇലിഗലിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ എന്തായാലും ആരും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ തന്നെയാണ് ഈ പ്രാന്ത് പിടിച്ച് പണി ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അതേ കാണുന്ന മലയില്ല ദൂരെ കാണണേ, അപ്പോൾ അതിൽ നിന്ന് ആ മലയുടെ മേളിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ആ മല വട്ടം ഇറങ്ങി നടന്ന് കിലോമീറ്ററോളം നടന്ന് പഴുക്കാക്കാനത്തെത്തി, അങ്ങനെയാണ് എത്തിയത്. എന്തായാലും ഇവിടുന്ന് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. വന്ന വഴിയാണ് കേട്ടോ, ഒരു മല കയറിയാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.